കാടകൾ വന്ന് പാളയത്തെ മൂടി. കാടകളെ നിങ്ങൾക്ക് ഞാൻ അന്നമായി തരും. വിഖ്യാതമായ ഈ ബൈബിൾ വചനം മുതൽ പ്രശസ്തരായവരാണ് കാടപ്പക്ഷികൾ. ഇത്തിരി പോന്ന കാടപ്പക്ഷികൾ മുമ്പ് വ്യാവസായികമായി വലിയ മുറികളിലും വലിയ കേജുകളിലും വളർന്നവരാണ്. ഇപ്പോഴിതാ അവർ ചെറിയ കൂടുകളിൽ ഒതുങ്ങുന്നു. അവർക്ക് ഊയലാടി പാർക്കാൻ കാൽപ്പനികമായ കൂടുകളുമായി രംഗത്തെത്തുന്നു വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല. ഞങ്ങളുടെ പൗൾട്രി വിഭാഗം ഈ അനശ്വര പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അനശ്വര പദ്ധതി എന്ന് വെച്ചാൽ ഈ കാടകളെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹോം സ്റ്റഡ് കേജുകളിൽ ഇപ്പം ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്നത് ഒരു 15 കാടകളെ ഒരു കേജിലിട്ട് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ, അതായത് താനെ തന്നെ നിപ്പിൾ വെള്ളം കൊടുക്കുന്ന, നിപ്പിളിലൂടെ വെള്ളം അവർക്ക് കിട്ടത്തക്ക വിധത്തിൽ സംവിധാനം കൊടുത്തുകൊണ്ട് സമീകൃത ആഹാരം കൊടുത്തുകൊണ്ടുള്ള ഒരു കൂട്, 15 കാടകളെ വളർത്താൻ പറ്റിയ ഒരു കൂട്, താഴെ അവരുടെ വളമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ കൊടുത്തുകൊണ്ടൊരു കൂട്. അതിന് ഏകദേശം 3000 രൂപയും ഉണ്ട്. അതിനുള്ള രൂപം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സമീപഭാവിയിൽ കേരളത്തിൽ ഹരമാകാൻ പോകുന്ന കാടപ്പക്ഷികളുടെയും കൂടുകളുടെയും അനശ്വര പദ്ധതിയുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ വെറ്ററിനറി സർവകലാശാലയുടെ പൗൾട്രി വിഭാഗത്തിൽ എത്തിച്ചേർന്നു. സർവകലാശാലയുടെ പൗൾട്രി വിഭാഗത്തിൽ അനശ്വര പദ്ധതിയുടെ PR ആയ അനു രതീഷ് വേഗ നമ്മോടൊപ്പം. അനുവുമായി അനശ്വര പദ്ധതിയുടെ വിശേഷങ്ങൾ പറയാം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അനു, ഈ കൂട് വളരെ കാൽപ്പനികമായൊരു കൂടാണത്. തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ കാടകൾക്ക് നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു കൂടല്ല. എന്തായിരുന്നു ഇങ്ങനൊരു കൂട് ഡിസൈൻ ചെയ്യാൻ യൂണിവേഴ്സിറ്റി പ്രേരിപ്പിച്ചത്? യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കാട വളർത്തലും കാടക്കൂടുകളും വളരെ വർഷങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്തു പോരുന്നവയാണ്. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ കർഷകരുടെ ഇടയിലേക്ക് നമുക്ക് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സെയിൽസ് കൗണ്ടറിൽ നിന്നും കൊടുക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഐശ്വര്യ പദ്ധതി, മുട്ടക്കോഴി വളർത്തലിൻ്റെ ഐശ്വര്യ പദ്ധതിയുടെ തുടർച്ചയായിട്ട് ഞങ്ങൾ കാടക്കുഞ്ഞുങ്ങളെ, മുട്ടയിടാൻ പ്രായമായ കാടക്കുഞ്ഞുങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുക. അതാണ് അനശ്വര പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു എത്ര മാസം പ്രായമുള്ള കാടകളെ, എത്ര ആഴ്ച പ്രായമുള്ള കാടകളെ? ഇതിപ്പോൾ നമ്മൾ മുട്ടയിടാൻ പ്രായമായ കാടകളെ മൂന്നാഴ്ചയിലാണ് ആണും പെണ്ണും തിരിക്കുന്നത്. അതിനുശേഷം ഒരു 4 അല്ലെങ്കിൽ 5 ആഴ്ച പ്രായത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് പൊട്ടി താഴെ വീഴും? ഇല്ല, ഒരിക്കലും വീഴില്ല, വിശ്വസിക്കാം. ഇത് ബാറ്ററി അല്ല, ഇത് ഞങ്ങൾ വാട്ടർ ടാങ്കാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിപ്പിൾ സംവിധാനമാണ്. 24 മണിക്കൂറും വെള്ളം, ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം 24 മണിക്കൂറും സപ്ലൈ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കാടേനെ വളർത്തുമ്പോൾ ഒന്നെങ്കിൽ ഇത് വെള്ളം കൊടുക്കുന്നത് വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഫീഡും അല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടത്തിലും വെള്ളം വീഴും, അപ്പോൾ ഒരു ദുർഗന്ധമുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിപ്പിൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും വെള്ളം ഫീഡിലും വീഴില്ല, കാഷ്ടത്തിലും വീഴത്തില്ല. ഇപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു വളം, അത് കാഷ്ടം കളക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ട്രേ വെച്ചു. തീർച്ചയായിട്ടും. ഇത് ഇളക്കി മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് അതിനകത്ത് കാഷ്ടം നമുക്ക് മാറ്റാം, നമുക്കത് വളമായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്.
ഈ എന്ത് തീറ്റയാണ് ഈ കാടയ്ക്ക് ഈ കൂട്ടി നല്ലത്? ഇപ്പോൾ നമ്മൾ നൽകുന്ന നമ്മുടെ ഇവിടുത്തെ ഫീൽഡ് മില്ലിൽ നിന്നും ഡെവലപ്പ് ചെയ്ത കാടത്തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കർഷകർക്ക് നമ്മളിത് ഈ അനശ്വര പദ്ധതിയുടെ കീഴിൽ കാടകളെ കൊടുക്കുമ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ഒരു 15 ദിവസത്തേക്കുള്ള തീറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ വന്ന് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ കാടക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ വീട്ടമ്മമാർ ഇപ്പോൾ ഇങ്ങനെ ഒരു ഊഞ്ഞാലുകളുടെ സംവിധാനത്തിലൊക്കെ ഈ കാടയെ വളർത്തുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ വീട്ടമ്മമാർ വരും. സാധാരണ കൊച്ചുങ്ങളെ തൊട്ടിൽ വീട്ടമ്മമാർ തീർച്ചയായിട്ടും വരും. കാരണം കാടകൾക്ക് ഇപ്പം അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലമൊന്നും വേണ്ട. ഇതിപ്പോൾ ഊഞ്ഞാൽ രീതിയിലായതുകൊണ്ട് ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഉമ്മറത്തോ ഒഴിഞ്ഞ കോണിലോ പെറ്റായിട്ട് വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഉമ്മറത്ത് വേണമെങ്കിലും തൂക്കിയിടാവുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നതിൽ. അനുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാട ഇങ്ങനെ ഒരു ഊയലാടി കിടക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവാൻ താല്പര്യമുണ്ടോ? ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? കാടയ്ക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് അറിയില്ല. നമുക്ക് മുട്ട കൂടുതൽ കിട്ടും, കർഷകർക്ക് സന്തോഷമാകും. അനു, ഇപ്പം ഈ കൂട്ടിൽ എത്ര കാടകളെ കൊള്ളും? ഇതിൽ 2 രീതിയിലുണ്ട്. 15 കാടകൾ കൊള്ളുന്ന കൂടുണ്ട്, പിന്നെ മറ്റൊന്ന് 25 കാടകൾ കൊള്ളുന്ന കൂടും. 15 എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് ആവശ്യമായ മുട്ടകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 15 എണ്ണം മതി. ഇനി ഇതിന് ഫീഡ് കൊടുക്കുന്നതും ആയ ചിലവുകളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25 കാടകളെ വളർത്താം. കൂടിൻ്റെ വില നമ്മൾ യൂണിറ്റ് അടക്കം നമ്മൾ കൊടുക്കുന്ന 15 കാടകളാണെങ്കിൽ ഈ എല്ലാതും വാട്ടർ ടാങ്ക് ഉണ്ടാവും, പിന്നെ കൂട് 15 കാടകൾ അല്ലെങ്കിൽ 25 കാടകൾ, പിന്നെ നമ്മൾ സപ്ലിമെൻ്ററി ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട് 15 ദിവസത്തേക്കുള്ള ഫീഡ്, പിന്നെ ഈ തൂക്കിയിടുന്ന ഈ സംവിധാനമുണ്ട്, അസിഡിഫയർ സ്പ്രേ ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ 3000 15 കാടകൾക്കും 25 കാടകളാണെങ്കിൽ 4000 രൂപയാണ് വിലയിടുന്നത്. ഈ അസിഡിഫയർ സ്പ്രേ എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഇത് നമ്മുടെ ഇവിടുത്തെ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസ് ഡെവലപ്പ് ചെയ്ത അസിഡിഫയർ സ്പ്രേ ആണ്. ഇത് ദുർഗന്ധം അകറ്റും. ഇപ്പോൾ ഇതിൻ്റെ കാഷ്ടത്തിന് എന്തായാലും ഒരു അമോണിയയുടെ സ്മെല്ല് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ ഈ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അമോണിയയുടെ സ്മെല്ല് നമുക്ക് കുറയ്ക്കാം. ഈ കാഷ്ടത്തിൽ കൂട്ടിലേക്ക് അടിക്കേണ്ട, ഈ ട്രെയിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അമോണിയയുടെ ആ മണം ഒരു പരിധി വരെ അത് നിയന്ത്രിക്കും, ഒഴിവാക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഉമ്മർത്ത് തൂക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇത് വളർത്തുന്നത് കൊണ്ട് ദുർഗന്ധമുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ കൂട് ഇങ്ങനെ ഒരു അനശ്വര പദ്ധതി ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് വരുന്നതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉൾപ്പെടെ പല പരിപാടിയിലൂടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കേരളം ഈ പദ്ധതി എങ്ങനെ സ്വീകരിക്കുമെന്നാണ് അനു കരുതുന്നത്? നല്ല രീതിയിൽ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം കുറച്ച് ദിവസം മുന്നേ മാർച്ച് ആദ്യം ഞങ്ങൾ ഒരു പൗൾട്രി എക്സിബിഷൻ നടത്തിയിരുന്നു. അതിലാണ് ഞങ്ങളിത് എക്സിബിറ്റ് ചെയ്തത് ആദ്യമായിട്ട്. അപ്പോൾ എറണാകുളത്ത് വെച്ച് നടന്ന അതിൽ ഞങ്ങൾക്ക് 350 അവിടുന്ന് തന്നെ 350 ബുക്കിംഗ് അവിടുന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് നമ്മുടെ മുട്ടക്കോഴി വളർത്തലിൻ്റെ ഈശ്വരീയ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ്, അതിൻ്റെ വിജയം ആണ് നമ്മളെ കാടകളിലേക്ക് വീണ്ടും തിരിച്ചു വിട്ടത്. അതിപ്പോൾ ഈ കൂട് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ കാടകളുടെ ഈ കൂട്ടിൽ കാടകൾ എത്രത്തോളം സംതൃപ്തരാണ് എന്ന രീതിയിലുള്ള ഒരു ഗവേഷണം വല്ലതും നടത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളിത് പുറത്തേക്ക് കർഷകരിലേക്ക് ഇത് എത്തിക്കാമെന്നുള്ളൊരു മനസ്സ് തന്നെ നമുക്ക് വന്നത്. ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് 100% അല്ലെങ്കിൽ 90% സക്സസ്ഫുൾ ആണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കർഷകരിലേക്ക് ഇത് നമ്മൾ എത്തിക്കുന്നത്. ശരി, ഇപ്പോൾ 15 കാടകളുണ്ട്. ഉവ്വ്. എത്ര മുട്ടകൾ കിട്ടും? എത്ര മണിക്ക് കിട്ടും? ഒരു 6 മണി മുതൽ 8 മണി വൈകുന്നേരം സമയങ്ങളിലാണ് കാടകൾ മുട്ടയിടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മുട്ടയിടുന്നത് പക്ഷികൾ വന്ന് എടുക്കുക അല്ലെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും എന്തായാലും ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് കാക്ക വരത്തില്ല, ഇതിൽ വരില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് എഗ് ട്രേ ഉണ്ട് ഇവിടെ. അപ്പോൾ മുട്ട അവിടെ ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഇവിടെ എത്തിക്കോളും. പിന്നെ ഇതിൽ കാഷ്ടം സമയം കിടന്നാൽ ഇത് ഒന്നുകിൽ ചവിട്ടി പൊട്ടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൊത്തും. അപ്പോൾ അത് കേടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. പിന്നെ യാതൊരു വിധത്തിലും ഒരു ഡേർട്ടും അതിലുണ്ടാവില്ല. അല്ല, ഈ കാടകൾ ഇട്ട മുട്ടയാണ്. 2, 4, 6, 8, 9 മുട്ടയുണ്ട്. സമയമായി വരുന്നതേ ഉള്ളൂ. നോക്കാം. ഈ കൂട് നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒരുപക്ഷെ കേരളത്തിന് പുറത്തും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് എങ്ങനെയാണ് വാങ്ങാൻ കഴിയുക? ആരെയാണ് സമീപിക്കുന്നത്?
ഇതിപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസ്, അത് അവിടെയുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ബുക്കിംഗ് അനുസരിച്ച് ഞങ്ങൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 3 മാസം സാവകാശമെങ്കിലും വേണം കൊടുത്തു തുടങ്ങാനായിട്ട്. അതെ, എൻ്റെ വീട്ടിലില്ല. ഇല്ല, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ അവിടെ പെറ്റ്സിനെ അത്ര ഞങ്ങളുടെ ഫ്ലാറ്റ് പെറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വാങ്ങിക്കും, കാരണം യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടുകളും ആർക്കും, ഇപ്പം വീട്ടുകാർക്കാണെങ്കിലും അയൽപക്കത്തുള്ളവർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരില്ല ഇത് വളർത്തുന്നത് മൂലം. ഇങ്ങനെ ഒരു കൂട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ യൂണിവേഴ്സിറ്റിയുടെ പോൾട്രി സയൻസ് വിഭാഗത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം. അനശ്വര പദ്ധതിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് താമസം ഉണ്ടാവും, ഒരു 3 മാസമെങ്കിലും താമസം ഉണ്ടാകും. 3000 രൂപയ്ക്ക് ഈ കൂട് മാത്രമേ ഉള്ളൂ, ഈ കാട ഉൾപ്പെടെയാണോ? 3000 രൂപയ്ക്ക് എല്ലതും കിട്ടും. കൂടുണ്ടാവും, കാടക്കുഞ്ഞുങ്ങൾ. ഇപ്പോൾ 3000-ൻ്റെ നമ്മൾ 15 കാടകൾ, അവർക്ക് 15 ദിവസത്തേക്കുള്ള തീറ്റ ഉണ്ടാവും, ഈ വാട്ടർ ടാങ്ക് ഉണ്ടാവും, ഈ സ്പ്രേ ഉണ്ടാവും, പിന്നെ തൂക്കിയിടാനുള്ള ഈ സംവിധാനം ഉണ്ടാവും. പിന്നെ നമ്മൾ അവർക്ക് 15 ദിവസത്തേക്കുള്ള തീറ്റ കൊടുക്കും. പിന്നെ ഒരു കാടകളെക്കുറിച്ച്, വളർത്തുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു പുസ്തകവും നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം ഇതൊരു ചെറിയ സംഗീതം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളതായിരിക്കും ഇത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം താരാട്ട് കേട്ട് ഊഞ്ഞാൽ അത് വളർത്തുന്ന കർഷകർ ഒരു സജഷനായിട്ട് വരും തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അനു, നമ്മളിപ്പോൾ കേരളത്തിനകത്തും പുറത്തും നമ്മുടെ ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകരും വന്ന് രജിസ്റ്റർ ചെയ്താൽ കൊടുക്കാൻ കാണും. കൊടുക്കണമല്ലോ, കൊടുക്കുക എന്നൊരു ചലഞ്ചാണല്ലോ നമ്മൾ. ഞങ്ങൾ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എറണാകുളം ജില്ലയിലാണ് ബുക്കിംഗ് എടുത്തിരിക്കുന്നത്. അപ്പം അത് തന്നെ ഒരു 350 ബുക്കിംഗ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സമീപത്തുള്ള എല്ലാ ജില്ലകളിലും നമ്മളത് വ്യാപിക്കും. പിന്നെ അതിനുശേഷം വരുന്നത് ഒരു 2500 യൂണിറ്റ് എങ്കിലും കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. എല്ലാവരും തീർച്ചയായിട്ടും വാങ്ങണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇതിൻ്റെ മുട്ടകൾ, ഒന്നാമത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ സംരക്ഷിക്കാനും എല്ലാം നല്ല എളുപ്പമാണ്. പിന്നെ മുട്ട ശേഖരിക്കുക, മുട്ട ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കുകയാണെങ്കിൽ എന്താണേലും കോഴിമുട്ടയെക്കാളും കുറച്ച് മുൻപന്തിയിലാണ് എത്തുന്നത്. പിന്നെ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മളിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഇത് കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരും ഇത് വാങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ കൂടുതൽ വാങ്ങട്ടെ. വളരെ നന്ദി അനു, ഞങ്ങളോടൊപ്പം ഈ വിശേഷങ്ങൾ പങ്കിട്ടു. നന്ദി. തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ നിലനാട് പഞ്ചായത്തിൽ നമ്മുടെ കൊച്ചു കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പച്ചക്കറി കൃഷിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ല യങ് ഫാർമേഴ്സ് സംഘം എന്ന രീതിയിൽ ഒരു കർഷക സംഘം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘം കൊച്ചു കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, വേനൽക്കാല സമയത്ത് പിള്ളേരിങ്ങനെ കളിയും ചിരിയുമായി നടക്കുകയും ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നടക്കുക, കായികാഭ്യാസം കൂടെ വേണം. എന്നാലും കാർഷികപരമായ കാര്യങ്ങളിലൂടെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഉൽപ്പാദിപ്പിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങളെയും കൂടെ ഈ കൃഷിയിലേക്ക് ഇറക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ യങ് ഫാർമേഴ്സ് സംഘം ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിലൂടെ കൃഷിയിലേക്ക് കൊച്ചു കുട്ടികളെ കൊണ്ടുവരിക മാത്രമല്ല,
ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം, അതായത് കൃഷി ചെയ്ത് കിട്ടുന്ന വരുമാനം പിള്ളേർക്ക് ആവശ്യം ഒരു പോക്കറ്റ് മണി എന്നുള്ള സംവിധാനത്തിലാണ് ചെയ്തേക്കുന്നത്. കാരണം പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള ചിലവിലേക്ക് വേണ്ടിയുള്ളതും അവർക്ക് കൊച്ചു പ്രായത്തിൽ തന്നെ അവർക്ക് ഒരു സമ്പാദ്യശീലം വളർത്തുക, അത് കാർഷിക പ്രവൃത്തിയിലൂടെ ആയിക്കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറികളും മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഒരു സമ്പാദ്യം കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയാണ്. ഈ നല്ലനാട് പഞ്ചായത്ത് രൂപീകരിച്ച ഈ കർഷക സംഘം എന്ന് പറഞ്ഞാൽ വളരെ അധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘമാണ്. ഇവിടെ വാഴക്കൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും വളരെയധികം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സംഘമാണ്. ഈ സംഘം ഏതാണ് 176ഓളം കൃഷിക്കാരുള്ളൊരു സംഘമാണ്. നല്ലനാട് നമ്മുടെ 4 പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. ഈ സംഘത്തിലെ കൃഷി എന്ന് പറഞ്ഞാൽ കപ്പവാഴ കൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കപ്പവാഴ നമുക്കറിയാം ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കുന്ന ഒരു കൃഷിയാണ്. അതിൽ ഒരു രോഗവും ബാധിക്കാത്ത രീതിയിൽ നല്ല കപ്പവാഴ ഉണ്ടാക്കുകയും വാഴ ഉണ്ടാക്കുകയും അതിലൂടെ മാർക്കറ്റിംഗ് നടത്തി നല്ലൊരു വരുമാനമാണ് ഈ സംഘം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ പുതിയ തലമുറയും കൂടെ ഇതിനകത്ത് കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പദ്ധതി. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ വെഞ്ഞാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കഴിഞ്ഞിരിക്കുകയാണ്. പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ കാർഷിക ക്ലബ്ബിലൊക്കെ അംഗമായിരുന്നു. അന്ന് തൊട്ടേ കൃഷിയോട് ഭയങ്കര അമിതമായ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ക്ലബ്ബിലൊക്കെ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കുറച്ച് നാളായിട്ട് നമ്മളിവിടെ പോക്കറ്റ് മണിക്കായിട്ട് സ്വന്തമായി കുട്ടികൾ ചേർന്ന് സ്വന്തമായി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ നല്ല വരുമാനം കിട്ടുകയും അതിൽ നിന്നാണ് നമ്മൾ പഠിക്കാനുള്ള സാധനങ്ങളും മറ്റും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാരെ നമ്മൾ അതിൽ നിന്ന് ആശ്രയിക്കാറില്ല. അപ്പോഴാണ് ഈ വെക്കേഷൻ സമയത്ത് ഇത് കൂടുതലായി വിപുലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നത്, വയലെടുത്ത് കൃഷി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു, അതിൽ നിന്ന് നല്ല വിളവായിരുന്നു കിട്ടിയിരുന്ന. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീട്ടുകാരെ ആശ്രയിക്കാതെ നമുക്ക് പഠിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായി. രാവിലെ നമ്മൾ 7 മണി തൊട്ട് 9 മണി വരെയൊക്കെ കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വന്നോടനെ ഇതിനായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും കളിക്കാനായിട്ട് പോവുകയാണ്. അതോടുകൂടി നമുക്ക് നല്ല സന്തോഷമാണ് ലഭിക്കുന്നത്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VFPCK കർഷകർക്ക് വിള ഇൻഷുറൻസ്. പോഷകസമ്പന്നമായ പന്നിത്തീറ്റ വികസിപ്പിച്ചു. വീട്ടുവളപ്പിൽ നഗരപരിസ്ഥിതി മെച്ചപ്പെടുത്തൽ പദ്ധതി. VFPCK സ്വാശ്രയ കർഷകർക്ക് പ്രകൃതിക്ഷോഭമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം ലഭിക്കാൻ വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. വാഴയ്ക്കും പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയ്ക്കും പ്രത്യേകം പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ, വരൾച്ച, കലാപം, വന്യജീവികളുടെ ആക്രമണം, കൊക്കാൻ രോഗം, തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം എന്നിവയ്ക്ക് പരിരക്ഷ നൽകും. വാഴ ഒന്നിന് 5 രൂപയാണ് പ്രീമിയം തുക. ഇതിൽ 3 രൂപ 50 പൈസയാണ് കർഷക വിഹിതം. പ്രകൃതിക്ഷോഭങ്ങൾ, വരൾച്ച എന്നിവയ്ക്ക് എതിരെയും കോവൽ ഒഴികെ പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയ്ക്കും വിള ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട്. സെന്റ് ഒന്നിന് 6 രൂപയാണ് പ്രീമിയം നിരക്ക്. ഇതിൽ 5 രൂപ കർഷക വിഹിതവും 1 രൂപ VFPCK വിഹിതവുമാണ്. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ താൽപ്പര്യമുള്ള കർഷകർ വാഴ നട്ട് 3 മാസത്തിനകവും പച്ചക്കറി നട്ട് 15 ദിവസത്തിനകവും വിള ഇൻഷുർ ചെയ്യണം. വിളനാശമുണ്ടായാൽ കുലയ്ക്കാത്ത വാഴ ഒന്നിന് 60 രൂപയും കുലച്ച വാഴ ഒന്നിന് 85 രൂപയും കൊക്കാൻ രോഗം, തടതുരപ്പൻ പുഴു ആക്രമണം എന്നിവയ്ക്ക് കുലച്ച വാഴയ്ക്ക് 50 രൂപയും
കുലയ്ക്കാത്ത വാഴയ്ക്ക് 35 രൂപയും നഷ്ടപരിഹാരം ലഭിക്കും. പൗൾട്രി വികസന കോർപ്പറേഷൻ കുടപ്പനക്കുന്ന് ഫാമിൽ കോബ് 400 ഇനത്തിൽപ്പെട്ട ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. കിലോയ്ക്ക് 80 രൂപയാണ് വില. ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9656001713. കേരള വെറ്ററിനറി സർവകലാശാല മണ്ണുത്തിയിൽ പോഷകസമ്പന്നമായ പന്നിത്തീറ്റ പുറത്തിറക്കി. ഇതിൽ പന്നിക്ക് വേണ്ട ധാതുക്കൾ, ജീവകങ്ങൾ എന്നിവയ്ക്ക് പുറമെ ലൈസിൻ, മെത്തിയോൺ എന്നീ അമിനോ അമ്ലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയായ പന്നികൾക്ക് 50 ഗ്രാം വീതവും പന്നിക്കുട്ടികൾക്ക് 10 ഗ്രാം വീതവും പ്രതിദിനം തീറ്റയോടൊപ്പം നൽകണം. കർഷകരുടെ ആവശ്യാനുസരണം സർവകലാശാല ഈ ധാതു ലവണ മിശ്രിതം നിർമ്മിച്ച് നൽകും. 5 കിലോ പാക്കുകളിലാണ് ഈ മിശ്രിതം ലഭിക്കുക. കിലോയ്ക്ക് 50 രൂപയാണ് വില. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: അസിസ്റ്റന്റ് പ്രൊഫസർ, വെറ്ററിനറി കോളേജ്, മണ്ണുത്തി. ഫോൺ നമ്പർ 9446203839. ഇമെയിൽ അഡ്രസ് drsabinlpm@yahoo.com. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വീട്ടുവളപ്പും ആവാസ വ്യവസ്ഥയുടെ ചെറുപതിപ്പുകൾ ആക്കി മാറ്റാൻ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് നഗര പരിസ്ഥിതി മെച്ചപ്പെടുത്തൽ പദ്ധതി നടപ്പാക്കുന്നു. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ 800 വീടുകൾ തിരഞ്ഞെടുക്കും. മികച്ച സാങ്കേതിക വിദ്യകളായ സൂക്ഷ്മ ജലസേചന സൗകര്യത്തോടു കൂടിയ ടെറസിലെ പച്ചക്കറി കൃഷി യൂണിറ്റ്, ജൈവ ഉൽപാദന ഉപാധികൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, ജൈവ വൈവിധ്യവൽക്കരണം തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത വീടുകളിൽ ലഭ്യമാക്കും. പദ്ധതി ഘടകങ്ങളുടെ ചെലവിന്റെ 70% സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വസന്തവിഹാർ ഗാർഡൻസ്, കുമാരപുരം, മെഡിക്കൽ കോളേജ് PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ കർഷക ഡേറ്റാബേസിൽ അംഗങ്ങളായ കർഷകർക്ക് കൃഷിവകുപ്പും കാനറ ബാങ്കും സഹകരിച്ച് അഗ്രി കാർഡുകൾ വിതരണം ചെയ്യുന്നു. കേരളത്തിലെ 18.77 ലക്ഷം കർഷകരുടെ ഓൺലൈൻ ഡേറ്റാബേസ് കൃഷിവകുപ്പ് ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട്. കർഷകർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും കാർഷിക പദ്ധതികളുടെ സബ്സിഡികൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിനും കർഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും ഇതുമൂലം സാധിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,100, വെളിച്ചെണ്ണ കോഴിക്കോട് 13,700, വെളിച്ചെണ്ണ തൃശൂർ 13,100, കൊപ്ര കൊച്ചി 9,250, കൊപ്ര കോഴിക്കോട് 9,350, കൊപ്ര തൃശൂർ 9,075. കുരുമുളക് അൺഗാർബിൾഡ് 52,100, കുരുമുളക് ഗാർബിൾഡ് 54,100. ചുക്ക് മീഡിയം 25,000, ചുക്ക് ബസ്റ്റ് 26,000, മഞ്ഞൾ സേലം 7,200, മഞ്ഞൾ ഈറോഡ് 7,500, അടയ്ക്ക പുതിയത് 15,000-നും 16,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,400, റബ്ബർ RSS 4 ഗ്രേഡ് 14,850. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,400, റബ്ബർ RSS 4 ഗ്രേഡ് 14,850. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,100, ഏപ്രിൽ അവധി 12,800, മെയ് അവധി 12,170, ജൂൺ അവധി 11,780, ജൂലൈ അവധി 11,575. കൊപ്ര 9,020-നും 9,250-നും മധ്യേ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950, പിണ്ണാക്ക് റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 52,100, കുരുമുളക് ഗാർബിൾഡ് 54,100. ചുക്ക് മീഡിയം 25,000, ചുക്ക് ബസ്റ്റ് 26,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 15,000-നും 16,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 340-നും 400-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 630-നും 670-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 800-നും 850-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 950-നും 1,045-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 14,400, റബ്ബർ RSS 4 ഗ്രേഡ് 14,850, ഒട്ടുപാൽ 10,900, ലാറ്റക്സ് 10,800. കമ്പോള അവലോകനം.
കുരുമുളക് 500 രൂപയുടെ മികവുമായി ഇന്ന് ഇടപാടുകൾ ആരംഭിച്ചു. അന്തർ സംസ്ഥാന വ്യാപാരികളുടെ സാന്നിധ്യം കണ്ട് കർഷകർ ഉയർന്ന വിലയ്ക്ക് വേണ്ടി ചരക്ക് പിടിച്ചു. ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്നുള്ള മുളക് നീക്കം കുറവാണ്. വിദേശ ഓർഡറുകളുടെ അഭാവം മൂലം കയറ്റുമതിക്കാർ രംഗത്തില്ല. ഗാർബിൾഡ് കുരുമുളക് 54,100 രൂപ. ഉത്തരേന്ത്യൻ ഔഷധ നിർമ്മാതാക്കളുടെ വരവ് ചുക്കുവില 26,000-ലേക്ക് ഉയർത്തി. വിലക്കയറ്റം ഇറക്കുമതി രാജ്യങ്ങളെ ആകർഷിക്കാൻ ഇടയുണ്ട്. പ്രമുഖ ടയർ കമ്പനികൾ താഴ്ന്ന നിരക്കിൽ ഓഫർ ഇറക്കിയത് കൊച്ചിയിലും കോട്ടയത്തും ഷീറ്റ് വിലയെ ബാധിച്ചു. 4ാം ഗ്രേഡ് 14,850-ലും 5ാം ഗ്രേഡ് 14,400-ലുമാണ്. നാളികേര ഉൽപ്പന്നങ്ങൾ പുതിയ റെക്കോർഡിൽ. വെളിച്ചെണ്ണ 13,100-ലും കൊപ്ര 9,250-ലുമാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 26.5. കൊച്ചി 34.4, 26. ആലപ്പുഴ 34, 28.6. പുനലൂർ 35.8, 24. തിരുവനന്തപുരം 34.8, 27 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.